ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ഏപ്രിൽ 25 നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു ആക്ഷൻ സിനിമയാണ് ഹവോക്ക് എന്ന ചിത്രം. കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന ടോം ഹാർഡിയാണ്. സിനിമയുടെ സംവിധായകൻ്റെ പേരാണ് ഗാർത്ത് ഇവാൻസ്. ഈ പേര് കൊണ്ടാണ് ഈ സിനിമ ഞാൻ കാണാതിരുന്നത്. നമ്മുടെ റൈഡ് 2 എടുത്ത അതേ സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ ഏകദേശം 1.25 മണിക്കൂറാണ് ഉള്ളത്. സിനിമയുടെ ഒരു പ്ലോട്ടെന്ന് പറയുന്നത് ഒരു പഴഞ്ച പ്ലോട്ടാണെങ്കിൽ പോലും ആക്ഷനാണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഗാർത്ത് ഇവാൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്ഷൻ പടം എന്നൊക്കെ പറയുമ്പം വേറെ ലെവലായിരിക്കും. റൈഡ് 2 വെച്ച് കാണാതിരിക്കരുത്, പക്ഷേ നിരാശ വരും. പക്ഷേ ഇത് ആ ഗാർത്ത് ഇവാൻസ് മാജിക്ക് പറഞ്ഞത് ഏകദേശം ഒരു 55 മിനിറ്റ് സിനിമ നല്ല ഇടച്ചിലാണ്. 1.25 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ അതിലൊരു 30 മിനിറ്റ് അപ്പോഴാണ് ഗാർത്ത് ഇവാൻസ് എന്ന് പറഞ്ഞ സംവിധായകൻ ഉണർന്നെന്ന് തോന്നുന്നു. ഷടകടയെന്ന് എടുത്തു തുടങ്ങിയ ആ സമയത്താണെന്ന് തോന്നുന്നു. ആക്ഷൻസ് വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടോം ഹാർഡിക്ക് ഏറ്റവും കൂടുതൽ ഇടിയേക്കാളും കൊടുത്തിട്ടുള്ളത് വൺ ഷോട്ട് ആക്ഷൻസ് മാത്രമല്ല, ഗൺ ഫൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കിടിലം ഫ്രെയിംസാണ് വെച്ചിട്ടുള്ളത്. കാരണം അവസാനം 30 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ്. ഫയറിങ് ഷോട്ടല്ല. കാരണം എവിടെയാണ് വയലൻസ് വേണമെങ്കിൽ വയലൻസ് പിടിച്ചോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആയിട്ടാണ് ഇദ്ദേഹം തന്നിരിക്കുന്നത്. സിനിമയുടെ ഒരു പ്ലോട്ടെന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ ആ ഒരു ഡ്രഗ് കേസിൽ പെട്ടുപോയി. അപ്പോൾ അയാളെ ഊരിയെടുക്കാൻ വേണ്ടി വേറൊരു പോലീസുകാരൻ വന്ന് രക്ഷിക്കുന്ന കഥയാണ്. ആ പോലീസുകാരനാണ് നമ്മുടെ ടോം ഹാർഡി. പോലീസ് മാനായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് അത്ര കണക്ഷൻ ഇല്ല. അദ്ദേഹം ചെയ്യുന്ന തെറ്റുകൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫാമിലിയല്ല, നല്ലൊരു ഫാമിലിയാണ്. പക്ഷേ അയാൾ ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അയാളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോലീസിൽ നിന്ന് അദ്ദേഹം ഒരു കളി കളിക്കുന്നത്. അപ്പം മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് തരുന്ന സിനിമ. നല്ല ആക്ഷൻസ്, നിങ്ങൾക്ക് ആക്ഷനാണോ വേണ്ടത്, അത് ഗാർത്ത് ഇവാൻസ് ഇവിടെ ഒട്ടും കുറച്ചിട്ടില്ല. ആ പ്രോമിസ് നിലനിർത്തിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഈ സിനിമയുടെ ഫുൾ ടോട്ടൽ എടുത്ത് നോക്കിയാൽ സ്റ്റോറി വൈസ് ആണെങ്കിൽ നല്ല വീക്കായിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറികൾ എടുത്ത് നോക്കുമ്പോൾ ഇത് നല്ല ഏറ്റവും വീക്കായ സിനിമയാണ്. പക്ഷേ ആക്ഷൻ സീക്വൻസിൽ ഒരു കോംപ്രമൈസും ഗാർത്ത് ഇവാൻസ് എന്നുള്ള സംവിധായകൻ വരുത്തിയിട്ടില്ല. ഒരു 1.25 മണിക്കൂർ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ചബിളായിട്ട് ആക്ഷൻ സീക്വൻസ് കാണാൻ പറ്റിയ സിനിമയാണ് നമ്മുടെ ഹവോക്ക് എന്ന ചിത്രം. അപ്പം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി കണ്ടു നോക്കുക. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ട്, ഞാൻ അതിൽ ആക്ഷൻ സീക്വൻസ് ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് 100 സ്റ്റാച്ച് തന്നൊരു സിനിമ കൂടെ തന്നെയാണ് ഹവോക്ക് എന്ന ചിത്രം. അപ്പം നിങ്ങൾ എൻ്റെ അഭിപ്രായമാണ് പറയണത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.